ത്രീ വീലർ മെക്കാനിക്കലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രയോജനമായിക്കോട്ടെ എന്ന് വെച്ചാണ്. ഇന്ന് ഫ്ലൈ വീൽ റിങ് എങ്ങനെ മാറ്റിയിടാം, അതുപോലെ തന്നെ ഷാട്ടറിൻ്റെ കംപ്ലൈൻറ്റ് എന്തെല്ലാം എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. അതുതന്നെ ഈ വണ്ടിയുടെ മൊത്തം വീഡിയോകളുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് ഷാട്ടറിൻ്റെ കംപ്ലൈൻറ്റും, അതായത് ഈ കോയിലിനൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട്, അതിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓരോ കാര്യങ്ങളും അനുസരിച്ച് പണിയാൻ പോകുന്ന രീതിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഡീസൽ ഫിൽറ്റർ ഇട്ട് കത്തിച്ചാലും മതി. അന്നേരം നമുക്ക് ചിരട്ടയില്ലായിരുന്നു, ചിരട്ടയിട്ട് കത്തിക്കുകയും ചെയ്യാം. പക്ഷേ നമുക്ക് സാധനം നല്ലതായിട്ട് തീ ഉണ്ടെങ്കിലേ നല്ലതായിട്ട് പഴുക്കത്തുള്ളൂ, എന്നെങ്കിലേ ഫ്രീ ആയിട്ട് കയറി വീഴത്തുള്ളൂ. അല്ലെ പിന്നെ നമ്മൾ തല്ലി കയറ്റുകയും പിടിക്കുകയൊക്കെ വേണം. കണ്ടേ, നമ്മൾ ചൂടാറുന്നതിന് മുമ്പേ കൊണ്ടുപോയി നമ്മളത് ഇട്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് കയറി വീഴത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തല്ലി കയറ്റേണ്ടി വരും. ഇത് സാധനം കയറുന്നില്ല, ചൂടായിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ചൂടോട് തന്നെ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ കയറി വീണോളും. മറ്റേ അല്ലെങ്കിൽ നല്ലതായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടത് കയറി അതിൻ്റെ അകത്ത് വീഴുണ്ട്. എന്നാലും നമുക്കത് കറക്കിയെടുക്കാം. മറ്റുള്ള വീഡിയോയ്ക്കകത്ത് നമ്മളത് കാണിച്ചിട്ടുണ്ട്. നല്ലതായിട്ട് പഴുത്തില്ല. അതുപോലെ തന്നെ 5-8 ഡീസൽ ഫിൽറ്റർ ഉണ്ടെങ്കിലും നല്ലതായിട്ട് കത്തിപ്പഴുക്കും. ചിരട്ടയൊന്നുമില്ല. ഡെയിലി ഇതൊക്കെ തന്നെ പണിയായതിൻ്റെ കൂടെ തന്നെ ചിരട്ടയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 2 ചിരട്ടയും പിന്നെ ആ ഡീസൽ ഫിൽറ്റർ കൊണ്ടൊക്കെയാണ് നമ്മളത് അത് പഴുപ്പിച്ചത്. അപ്പോൾ പഴുത്തിട്ടില്ല. നല്ലതായിട്ട് ചൂടാകാത്തതുകൊണ്ടാണ് അത് കയറ്റിയിടാൻ ഭയങ്കര പാട് വരുന്നത്. പലയിടത്ത് പല രീതിയിലായിരിക്കും പറയുന്നത്. പഴുത്തു എന്ന് പറയുന്നത് ചൂടായതിനാണ് പറയുന്നത്. അതായത് ഇതെല്ലാം സൈഡ് ഒരുപോലെ കയറിയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുകയോടെ വേണം. അല്ലെങ്കിൽ സൈഡ് വെട്ടിയേ പിടിക്കത്തുള്ളൂ. എന്നാണ് കറക്കറന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാകും, കറക്റ്റായിട്ട് കയറിയില്ലെങ്കിൽ തന്നെ. അതുപോലെ ഫ്ലൈ വീല് റിങ് മാറ്റി വെണ്ടക്സ് മാറ്റുന്ന സമയത്ത് ഫ്ലൈ വീലിൻ്റെ റിങ് മാറ്റി കൊടുത്തില്ലെങ്കിൽ വീണ്ടും ആ വെണ്ടക്സ് പോകുന്നതാണ്. അതുപോലെ തന്നെ ഷാട്ടർ ഒന്നുകൂടെ നമ്മളെടുത്ത് പറയണം. പല വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഷാട്ടർ മാറുമ്പോഴും ഫ്ലൈ വീലിൻ്റെ റിങ് മാറ്റിയിടുക, അല്ലെങ്കിൽ നമ്മുടെ ഷാട്ടറിൻ്റെ വെണ്ടക്സ് പോകുന്നതാണ്. ഇത് നമ്മൾ ബോഷിൻ്റെ ഷാട്ടർ എങ്ങനെ പണിയാമെന്നുള്ളതൊക്കെയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അതുതന്നെ ഇതിൻ്റെ കംപ്ലൈൻറ്റ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതിൻ്റെ സൈഡെല്ലാം ഒരുപോലെ ആണെന്നത്. ഇതിന് സൈഡുണ്ട് ഫ്ലൈ വീൽ റിങ് കയറ്റിയിടുന്നതിന്. അത് നോക്കി പഴുപ്പിച്ച് കയറ്റിയിടുക, അല്ലെങ്കിൽ വീണ്ടും അതേ സൗണ്ട് തന്നെ ഉണ്ടാകും. അതുപോലെ ഫ്ലൈ വീലിന് പൊളച്ചിലുണ്ടെങ്കിലും സൗണ്ട് ഉണ്ടാകും. അതൊക്കെ കറക്റ്റാക്കി നമ്മൾ കയറ്റിയിടണം. അതുപോലെ തന്നെ അത് കയറ്റിയിടുന്ന സമയത്ത് അതിൻ്റെ കീ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണം കയറ്റിയിടാൻ. കയറ്റി മുറുക്കാനും എടുക്കാനും, അല്ലെങ്കിൽ ഫ്ലൈ വീല് പോകുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റുകളും വരും. നമ്മുടെ ഓരോ വീഡിയോയും ഓരോരുത്തർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഓരോ വീഡിയോകളും ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇഞ്ചിൻ അഴിച്ച് നമ്മൾ താഴോട്ടെടുത്ത് വെക്കുകയും പിടിക്കുകയൊന്നും വേണ്ട. അല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ തന്നെ കവർ കയറ്റിയിടാം. സൈഡ് ചരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മിക്കവാറുമൊക്കെ ഇഞ്ചിൻ താഴോട്ട് ഇറക്കി വെച്ചിട്ടാണ് ഫ്ലൈ വീലിൻ്റെ കവർ കയറ്റി എടുക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മളൊരു സൈഡിൽ കൂടെ പയ്യെ കയറ്റുകയാണെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ കയറി വീഴുന്നതാണ്. അതൊക്കെയാണ് നമുക്കിൻ്റെ അത് പറയാനുള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ കറക്റ്റ് എല്ലാ ബോൾട്ടുകളും കയറ്റിയിട്ട് കറക്റ്റാണെന്ന് നോക്കിയതിന് ശേഷം ബോൾട്ടുകൾ മുറുക്കുക. അതുപോലെ നമ്മളിനി ഷാർട്ടിൻ്റെ വെണ്ടക്സ് മാറുന്നതാണ് നമ്മളിനി അടുത്ത ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ വെണ്ടക്സ് പോയിരിക്കുന്ന ഫ്ലൈ വീലിൻ്റെ റിങ് പോയിരിക്കുന്നതൊക്കെ നമ്മൾ കാണിക്കാം. ഇത് ബോഷിൻ്റെ ഷാട്ടറാണ്. അതിൻ്റെ മിക്കവാറും ഇതെല്ലാം അടിച്ച് പൊട്ടിപ്പോയിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതിന് ഫ്ലൈ വീലിൻ്റെ റിങ് എത്രത്തോളം കാണാൻ പറ്റുന്നതെന്ന് നമുക്കറിയത്തില്ല. ഫ്ലൈ വീലിൻ്റെ റിങ്ങുകളെല്ലാം തേഞ്ഞിരിക്കുകയാണ്. സൈഡെല്ലാം ഓരോ സൈഡ് അടിച്ച് തേഞ്ഞിരിക്കുകയാണ്. അതുപോലെ നമ്മൾ ഈ ഷാട്ടർ നമ്മൾ അഴിക്കുന്നത്, നമ്മൾ മിക്കവാറും വീഡിയോയ്ക്കകത്തൊക്കെ ഷാട്ടറിൻ്റെ പണി അടിക്കണമെങ്കിൽ അതിൻ്റെ അകത്തെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതലായിട്ട്. നമ്മളതെല്ലാം അഴിച്ച്, അതുപോലെ ആണെങ്കിൽ വെണ്ടക്സിൻ്റെ ലോക്ക് എടുക്കുന്നതാണ് കാണിക്കുന്നത്. വെണ്ടക്സിൻ്റെ ലോക്ക് എടുത്തു. അത് ലോക്ക് എടുത്ത് കഴിഞ്ഞ് നമ്മൾ ആർമേച്ചർ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ആർമേച്ചർ ഷൂട്ടിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം, ചെക്ക് ചെയ്യണം. ഡീസലിട്ടും തുടയ്ക്കുന്നത് നല്ലതാണ്, ഡീസൽ കഴുകുന്നത് നല്ലതാണ്. ഡീസലിട്ടെല്ലാം തുഴച്ച് എല്ലാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കുവാണ് ആർമേച്ചർ. ആർമേച്ചർ നമ്മൾ ചെക്ക് ചെയ്യുന്ന പല വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അതിൻ്റെ കംപ്ലയിൻറ്റ് നോക്കുന്ന, ആർമേച്ചർ അങ്ങനെ പോയെന്ന് അറിയുന്നത് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിതിൻ്റെ ബ്രഷ് നേരത്തെ മാറിയാണ്, ബ്രഷ് ഹോൾഡറോടാണ് വരുന്നത്. ഇതുപോലെ തന്നെ ഇതിൻ്റെ പിച്ചള ബുഷുണ്ട്, അതായത് ഇതിൻ്റെ ബെയറിങ് ആർമേച്ചറൊക്കെ കിടക്കുന്നത്. അത് മിക്കവാറും വെണ്ടക്സ് പോയി കഴിയുന്നുണ്ടെങ്കിൽ ഈ സൈഡിലത്തെ ബെയറിങ്ങും അകത്തെ ബെയറിങ്ങും ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. നല്ലതായിട്ട് അടിച്ചായിരിക്കും പിടിക്കുന്നത്. കടകടകടാന്ന് അടിക്കുന്ന സമയത്ത് ഇത് കൂടുതലായിട്ട് ഇത് ലോഡ് പിടിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പുറത്തെ ഈ ബുഷ് മാറുക. നമ്മൾ കയറ്റി ഇടുന്നുണ്ടെങ്കിൽ ഇത് കിടന്ന് ഓടി ഇതിൻ്റെ തുമ്പി ചിലപ്പോൾ ടൈറ്റായിരിക്കും, കയറത്തില്ല. നമ്മളതങ്ങനെ കയറ്റുന്നതിനൊക്കെയാണ് നമ്മളിതിൽ കാണിക്കുന്നത്. കണ്ടോ, മിക്കവാറും കയറി നമ്മൾ പുതിയ ബുഷ് ഇട്ട് കഴിയുമ്പോൾ കയറാൻ ഭയങ്കര ഇതായിരിക്കും. എന്ന് വെച്ചാൽ ഒരുപാട് ലൂസിൽ കിടന്ന് മൂടിക്കൊണ്ട് ആ സൈഡ് ചടയാവും. സൈഡ് ചടയായി കഴിഞ്ഞാൽ പിന്നെ കയറത്തില്ല. അതിപ്പോൾ എങ്ങനെ അത് കയറ്റിയിടുന്നതെന്നോടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. പിച്ചള ബുഷായതുകൊണ്ട് നമ്മൾ കറക്കിയാൽ കയറുമെന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇച്ചിരി അരവിട്ടൊന്ന് സൈഡൊന്ന് രായി കൊടുക്കുക. ആ ചട പോലെ വന്നിടം ലൂസായിട്ട് കിടന്ന് ഇതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് വെണ്ടച്ച് പോയി കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര പിടുത്തമായിരിക്കും, ഫ്രീ ആയിട്ട് കിടക്കത്തില്ല. അതായത് ചെന്ന് അടിച്ച് പിടിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ടൈറ്റ് വരും. നമ്മൾ ആ തുമ്പ് മാത്രം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പിടിച്ച് കഴിഞ്ഞാൽ കയറി ഫ്രീ ആയിട്ട് കയറിക്കോളും. ഒക്കെയാണ് നമ്മളതിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ പേപ്പർ ഇട്ടൊന്ന് പിടിക്കുന്നതല്ലാണത്. വെണ്ടക്സ് കയറ്റിയിടുക, ഗ്രീസൊക്കെ ഇട്ടിട്ട്. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്ത് കൊടുക്കുന്ന ഗ്രീസേ ഉള്ളൂ, ഗ്രീസ് ഇടാതെ കയറ്റരുത്. അവിടെ നിന്ന് മില്ലിങ് പോലെ സാധനമുണ്ട്, അതായത് വെട്ട് പോലൊക്കെ സാധനമുണ്ട്. അതിന് ചീട്ട്, അതായത് ഒരു പല്ലൊക്കെ ഉണ്ട് അതിന്. അതൊക്കെ നോക്കി കറക്റ്റായിട്ട് ചെയ്യുക. ഗ്രീസ് നല്ലതായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതിൻ്റെ അകത്തൂടെ ചിലത് വരുന്ന ചിലപ്പോൾ മില്ലിങ് ഇല്ലെങ്കിൽ പണി മേടിക്കും. നമ്മൾ കയറ്റി ഇട്ട് കഴിഞ്ഞ് കൈ കൊണ്ടൊന്ന് പിടിച്ച് നോക്കുക. ആമയുടെ തല വെളിയിലോട്ട് വരുന്ന പോലെ മേളോട്ട് നമ്മൾ തെള്ളി കൊടുത്തു കഴിഞ്ഞാൽ അത് വരുന്നതാണ്. അതുപോലെ തന്നെ വെണ്ടക്സിൻ്റെ ലോക്ക് കയറ്റിയിടുന്നതാണ് കാണിക്കുന്നത്. ലോക്ക് കയറ്റിയിടുന്ന സ്പാനറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഇങ്ങനെ പഠിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ സ്കൂട്ടറുകാരൻ്റെ അകത്താണ് നമുക്ക് ഒന്നുകൂടെ എളുപ്പം. അതായത് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് തള്ളി ലോക്ക് സ്കൂട്ടർ വെച്ച് കയറ്റിയിടുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് കയറ്റിയിടാവുന്നതാണ് അതിൻ്റെ ലോക്ക്. മിക്കവാറും വീഡിയോക്കകത്ത് നമ്മൾ ഇതെല്ലാം ലോക്ക് കയറ്റിയിടുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ബോഷിൻ്റെ ഷാർട്ടറാണ്, പല ഷാർട്ടറാണ്. ബോഷ് തന്നെ 3-4 ഷാർട്ടറുണ്ട്. അപ്പം ഏതൊക്കെ എങ്ങനെയൊക്കെയുള്ളതാണെന്നൊക്കെയാണ് നമ്മൾ ഓരോന്നും വീഡിയോക്കകത്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോക്കെല്ലാം കയറ്റിയിട്ട് കഴിഞ്ഞ് നമ്മൾ രണ്ടിടം പിടിച്ചുകൊണ്ട് ഇതിലോട്ട് വെച്ച് നല്ലതായിട്ട് പ്രസ്സിങ്ങിൽ അടിച്ചു കൊടുക്കുക. ആദ്യം ഫ്ലിപ്പാകുന്നുണ്ടോന്ന് പയ്യെ അടിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് മുറുക്കെ അടിച്ച് കയറ്റുക. അടിച്ച് കയറ്റി ലോക്ക് വീണിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇങ്ങനെയാണ് വെണ്ടക്സ് മാറുന്നത്. നമ്മളിവിടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിലുള്ള വർക്കുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മളെടുത്ത് പല വീഡിയോക്കകത്തും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ Z വരെയുള്ള പണികളാണ് ഇവിടെ മൊത്തം ചെയ്തു പോകുന്നത്. ഒരു പണി തന്നെയല്ല നമ്മൾ ചെയ്യുന്നത്. പാച്ച് വർക്ക്, പെയിൻറ്റിങ്, മെക്കാനിക്കൽ, ഇലക്ട്രിക് വർക്ക്, ഇവിടുന്ന് ടെസ്റ്റിംഗ് വർക്കിൻ്റെ പണികൾ മൊത്തം ചെയ്ത് വണ്ടി നമ്മളെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ അവർ വന്ന് വണ്ടി എടുത്തോണ്ട്, നമ്മളെല്ലാം വീടിൻ്റെയൊക്കെ പണി തീർത്ത് താക്കോൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഇവിടെ വണ്ടി ഏൽപ്പിച്ചിട്ട് പോവുക, മൊത്തം പണിയും തീർത്ത് കൊടുക്കുക. ഫുൾ ഉത്തരവാദിത്തത്തോടാണ്. എന്ത് പണി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ പണിയുടെ ഉത്തരവാദിത്തം നമുക്ക് ഫുള്ളാണ്. നമ്മളെന്തുണ്ടെങ്കിലും അത് പണിഞ്ഞു കൊടുക്കുന്നതാണ്. വീണ്ടും അത് എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് അറിയാനും പറ്റും. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും. അത് നമുക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെയൊക്കെയാണ് നമ്മളിവിടുത്തെ ഓരോ പണികളും ചെയ്ത് വിടുന്നത്. നമ്മൾ ഏത് പണിയും ഇവിടുന്ന് ചെയ്ത് വിടുന്നുണ്ടെങ്കിലും നമ്മളത് ഫുൾ ഉത്തരവാദിത്തത്തോടാണ് നമ്മൾ ചെയ്ത് വിടുന്നത്. വണ്ടി അങ്ങോട്ട് പോയാൽ അത് എടുക്കുന്നില്ല, ഹാർട്ടാകുന്നില്ല, അല്ല പിടിക്കുന്നില്ല എന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് അത് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരാൻ പറയും, അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഉത്തരവാദിത്തം നമുക്കുള്ളതാണ്. അങ്ങനെയാണ് ഇവിടുത്തെ നമ്മുടെ ഓരോ പണികളും ചെയ്തു പോകുന്നത്. വഴി കിടക്കുകയാണെങ്കിൽ അവിടെ ചെന്ന് നമ്മളത് ശരിയാക്കി കൊടുക്കുന്നതാണ് വണ്ടി. നമ്മൾ ഏത് പണി ഏറ്റെടുത്താലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തോടാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആ ക്ലിപ്പ് കയറ്റിയിടുന്നിടം ക്ലാവിങ് ആയാലും ഷാർട്ടാകാൻ മടി വരും വണ്ടി. അതുകൊണ്ട് ആ ക്ലിപ്പിൻ്റെ അവിടെ ഒന്ന് പേപ്പർ ഇട്ട് പിടിച്ചൊന്ന് കൊടുക്കുക. അതായത് ഒരു ഓണിൻ്റെ ക്ലിപ്പ് പോലും വരുന്നുണ്ട്, അവിടെ പേപ്പർ ഇട്ടൊന്ന് പിടിച്ച് മാറ്റി
നല്ലതായിട്ട് കൊടുക്കുക. വയർ ലൂസായാലും കറണ്ടിൻ്റെ പവറൊക്കെ കുറഞ്ഞ് കാണിക്കുക, അതൊരു ഷാർട്ടാകാൻ മടി വരും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതും തേച്ചൊന്ന് എല്ലാം ക്ലീൻ ചെയ്ത് കയറ്റിയിടുന്നതാണ് നല്ലത്. അപ്പോൾ അത് ഒന്നുകൂടെ പറഞ്ഞെന്നുള്ളൂ. ആരെങ്കിലുമൊക്കെ ഷാർട്ടും കിടക്കിട എന്നുള്ള സൗണ്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് അവിടെ ചെന്നൊരു പേപ്പർ കൊണ്ട് ഒന്ന് പിടിച്ചിട്ട് ആ പിന്നൊന്ന് കയറ്റിയിടുവാണെങ്കിൽ വണ്ടി നല്ല സ്മൂത്തായിട്ട് എടുക്കും. അതുപോലെ തന്നെ ബാറ്ററി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിടുന്നതാണെങ്കിൽ അതും വണ്ടിയുടെ ഷാർട്ടറൊക്കെ എടുക്കാതിരിക്കുന്ന വണ്ടികൾക്ക് വേണ്ടിയാണ് നമ്മളീ പറയുന്നത്. ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിടുവാണെങ്കിൽ ഒന്നുകൂടെ പവർ കിട്ടും. ബ്രഷൊക്കെ തീർന്നിരിക്കുന്ന വണ്ടികളാണെങ്കിൽ. അതുപോലെ തന്നെ ഇവിടെ ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ ബ്രഷ് തീർന്നിരിക്കുകയാണെങ്കിലും എടുക്കാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാർട്ടർ അഴിച്ച് പണിയുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെയാണ് ഷാർട്ടറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ ഓരോരുത്തർക്കും ഈ ഫീൽഡിൽ നിൽക്കുന്ന ഓരോരുത്തർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ്. മെക്കാനിക്കലിലാണെങ്കിലും അതുപോലെ തന്നെ ഈ വണ്ടി ഫീൽഡിൽ നടക്കുന്നവർക്കാണെങ്കിലും നമ്മുടെ വീഡിയോകൾ കണ്ട് അതുപോലെ മെക്കാനിക്കലിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഓരോ പണികളും ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കി കൊണ്ടുപോകാൻ പറ്റും, പൈസ ഒത്തിരി പോകാതെ. അതൊക്കെയാണ് നമ്മുടെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം വലിച്ചു മുറുക്കുക. അത് കഴിഞ്ഞിട്ട് ബാറ്ററി കൊണ്ട് ബാറ്ററി അല്ല ഷാർട്ടർ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. ബാറ്ററി എന്ന് പറഞ്ഞു പോയി. ഷാർട്ടർ കൊണ്ടുപോയി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷമേ നമ്മൾ ഫിറ്റ് ചെയ്യാവുള്ളൂ. എന്താണ് അതിൻ്റെ കുഴപ്പങ്ങളത് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ട് അനുസരിച്ച് നമുക്ക് വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഷാർട്ടറിൻ്റെ പവർ കുറവുണ്ടോ, അതോ ഷാർട്ടറിന് എന്താണ് കുഴപ്പം. അതുതന്നെ ഈ വണ്ടിയെ വെച്ചിട്ടാണ് എടുക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയുടെ തെർമലെല്ലാം പോയിരിക്കുകയാണ് ഇതിൻ്റെ. അതുകൊണ്ട് ഇതിൻ്റെ തെർമലെ നമ്മൾ കൊടുത്തിട്ടാണെങ്കിൽ ഒരു ശകലം പോലും കറണ്ട് കാണിക്കുന്നില്ല. അപ്പം ഇതിൻ്റെ തെർമൽ മാറേണ്ട സമയമായിരിക്കുകയാണ്. തെർമൽ ക്ലാമ്പെന്നും പറയാം, തെർമലിനും പറയാം. പലയിടത്ത് പല രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഇത് കറണ്ട് വരുന്നില്ല. നമ്മൾ കണ്ട് ഇങ്ങനെ നോക്കിയിട്ടാണെങ്കിൽ പലതവണ നോക്കിയിട്ട് നമ്മൾ കറണ്ട് ഒട്ടും കാണിക്കുന്നില്ല. കണ്ടില്ലേ, ആകുന്ന പണി നമ്മൾ നോക്കിയിട്ടും കറണ്ട് വരുന്നില്ല. അപ്പോൾ അതിൻ്റെ തെർമലൊക്കെ പോയതാണ്. അപ്പോൾ നമ്മൾ വേറൊരു വണ്ടിയെ വെച്ച് നമ്മളത് ചെക്ക് ചെയ്തെങ്കിൽ ഷാർട്ടറിൻ്റെ പവറും കാര്യങ്ങളും ഒക്കെ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു പെട്ടി വണ്ടിയെ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്തപ്പോൾ കറങ്ങുന്നുണ്ട്. കണ്ടില്ലേ, കറങ്ങുന്ന കണ്ടില്ലേ, കണ്ടോ, വർക്ക് ചെയ്യുന്നുണ്ട്, നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നു, നല്ല പവറി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ഇത് വണ്ടിയെ ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണി തീർന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ. ഓക്കെ, അടുത്ത വീഡിയോ അടുത്ത ദിവസം.